ഹായ് ഹലോ എല്ലാവർക്കും ബിഗ് ബോസ് റിവ്യൂയിലേക്ക് സ്വാഗതം. ഇന്നലത്തെ വീഡിയോയിൽ ഞാനൊരു കാര്യം പറയാൻ മറന്നുപോയി. ഡെക്കോറത്തിൻ്റെ കാര്യം പറഞ്ഞപ്പം ഞാൻ ഗാനാ വിനോദിനെ മാത്രമാണ് പറഞ്ഞത്. അവിടെ പാറുവും ഉണ്ട്. പാറു ഒരു വക്കീൽ ഫാമിലിയാണ്. എന്നിട്ടും ഒരു കോടതി ടാസ്കിൽ കോപ്രായങ്ങൾ കാണിച്ചത് ശരിയായില്ല. ഗാനാ വിനോദിനേക്കാൾ ഉപരിയായിട്ട് ഡെക്കോറം കീപ്പ് ചെയ്യാതിരുന്നത് പാറുവാണ് എന്ന് എനിക്ക് തോന്നി. അതിനുശേഷം ഇന്ന് രാവിലെ സാന്ദ്ര അമിത്തിനോട് ഒരു ഡയലോഗ് അടിക്കുന്നുണ്ട്, എങ്ങനെയെങ്കിലും ഈ വീട്ടിൽ നിന്ന് പോയാൽ മതിയായിരുന്നു എന്ന്. അപ്പോൾ അമിത് പറയുന്നുണ്ട്, അങ്ങനെയൊന്നും ചിന്തിക്കല്ലേ, ഇനി കുറച്ച് ദിവസങ്ങൾ കൂടി അല്ലേ ഉള്ളൂ എന്ന്. അപ്പോൾ സാന്ദ്ര പറയുന്ന ഒരു കൗണ്ടറുണ്ട്, ഇനി 106 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ പോകുന്ന കാര്യമാണ് പറഞ്ഞത് എന്ന്. അതിനുശേഷം ക്യാപ്റ്റൻസി ടാസ്ക് ആണ് നടന്നത്. കോടതി ടാസ്കിൽ വിജയിച്ചവരാണ് ക്യാപ്റ്റൻസി ടാസ്കിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത്. കൂടാതെ കഴിഞ്ഞ ആഴ്ച തിരഞ്ഞെടുക്കപ്പെട്ട ക്യാപ്റ്റനായ അമിത്തും ഉണ്ടായിരുന്നു. എല്ലാവർക്കും നല്ല സർപ്രൈസ് ആയി പോയി, ഈ വിജയിച്ചവരാണ് ഈ ക്യാപ്റ്റൻസി ടാസ്കിലേക്ക് വരിക എന്നുള്ളത്. അങ്ങനെ ക്യാപ്റ്റൻസി ടാസ്ക് നടക്കുകയും ആ ടാസ്ക് അടിപൊളിയായിരുന്നു. അതിലൂടെ നമ്മുടെ ഗാനാ വിനോദ് ക്യാപ്റ്റനായി മാറുകയും ചെയ്തു. ഗാനാ വിനോദിനെ സപ്പോർട്ട് ചെയ്തത് ഖമറുദ്ദീനാണ്. അതിലൊരു ചുരുക്ക് പാറുവിനുണ്ട്. കഴിഞ്ഞ വീക്കെൻഡ് തൊട്ട് പാറുവും ഖമറുദ്ദീനും തമ്മിൽ ചെറിയൊരു റിസലുണ്ട്. അതിപ്പോൾ കൂടിക്കൂടി വരുന്നതായിട്ടാണ് കാണാനും കഴിയുന്നത്. പാറുവിൻ്റെയും ഖമറുദ്ദീൻ്റെയും പ്രശ്നം സംസാരിക്കുന്നതിനിടയ്ക്ക് സാന്ദ്രേൻ്റെ പേര് പാറു വലിച്ചിഴയ്ക്കുന്നുണ്ട്. സാന്ദ്ര എന്നോട് പറഞ്ഞു, നിനക്ക് വേണ്ടത്ര ഇമ്പോർട്ടൻസ് ഖമറുദ്ദീൻ തരുന്നില്ല, സോ എന്തിനാണ് നീ ഇങ്ങനെ പുറകെ പോകുന്നത് എന്നുള്ള രീതിയിലൊക്കെ സാന്ദ്ര സംസാരിച്ചു എന്ന്. ഇതുവഴി എന്താണ് പാറു ഉദ്ദേശിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഖമറുദ്ദീൻ സാന്ദ്ര പോര് തന്നെയാണ്. പുള്ളിക്കാരിൻ്റെ സ്ഥിരം പരിപാടിയാണ് കൂടെയുള്ളവരെ തമ്മിൽ തെറ്റിക്കുന്ന ഒരു പരിപാടി. എന്നിട്ട് ഇതെല്ലാം സംസാരിച്ചതിന് ശേഷം സാന്ദ്രേനോട് ഈ കാര്യം പറയരുത് കേട്ടോ എന്നും കൂടെയും പറയുന്നുണ്ട് നമ്മുടെ പാറു. ഈ കാര്യം എവിടെയാണ് എഫക്റ്റ് ആയത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഖമറുദ്ദീൻ നോമിനേഷനിൽ കാണിച്ചു. നോമിനേഷനിൽ ഖമറുദ്ദീൻ സാന്ദ്രേൻ്റെ പേരിട്ടു. അപ്പം ഒന്നും അറിയാത്തതുപോലെ തൊട്ടടുത്ത് തന്നെ നമ്മുടെ പാറുവും നിൽക്കുന്നുണ്ടായിരുന്നു. സാന്ദ്ര ഈ പരിപാടി കാണിച്ചതാണ്. സാന്ദ്ര കാരണമാണ് അമിത് ദിവ്യേനെ നോമിനേറ്റ് ചെയ്തതും. നോമിനേഷൻ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഓപ്പൺ നോമിനേഷൻ പോലെയായിരുന്നു. പക്ഷേ ഇപ്പോഴും കുറേ പേര് അങ്ങോട്ടും ഇങ്ങോട്ടും നോമിനേറ്റ് ചെയ്യാൻ മടിക്കുന്നതായിട്ട് കാണാൻ കഴിയുന്നു. ഇപ്പോഴും ഗ്രൂപ്പ് കളിക്കുന്നതായിട്ട്, അല്ലെങ്കിൽ മറ്റൊരാളെ നോമിനേറ്റ് ചെയ്യാൻ പേടിക്കുന്നത് പോലെ കാണാൻ കഴിയുന്നുണ്ട്. നോമിനേഷനൊക്കെ കഴിയുമ്പോഴുണ്ട് ബിഗ് ബോസിൻ്റെ ട്വിസ്റ്റ്. എല്ലാവരും കരുതി ഒരു വോട്ട് കിട്ടിയവരൊന്നും നോമിനേഷനിലേക്ക് വരികയില്ല എന്ന്. അപ്പോൾ ബിഗ് ബോസ് അനൗൺസ് ചെയ്തു എല്ലാവരുടെയും പേര്, അതായത് ഒരു വോട്ട് കിട്ടിയവരുടെ അടക്കം പേര് അനൗൺസ് ചെയ്തു. അങ്ങനെ ബാക്കി വന്നത് നമ്മുടെ ക്യാപ്റ്റനും വിക്കൽസ് വിക്രവുമാണ്. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ആ ട്വിസ്റ്റ് ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ ഞാൻ പറയും. കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർക്ക് കഴിവില്ല രണ്ടുപേരെ നോമിനേറ്റ് ചെയ്തിട്ട് എല്ലാവരെയും നോമിനേഷനിലേക്ക് ഇടാൻ വേണ്ടിയിട്ട്. ബിഗ് ബോസ് അതെടുത്ത് ചെയ്തത് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇനി ഞാനൊരു കാര്യം പറഞ്ഞുകൊള്ളട്ടെ. സാന്ദ്ര അവിടെ കളിക്കുന്ന ഗെയിം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഗെയിമാണ്, ഇമോഷൻ വെച്ചിട്ടുള്ള ഗെയിമാണ് പുള്ളിക്കാരി കളിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ നേർക്ക് നേര് ഇപ്പം വലിയ വലിയ ഗെയിമേഴ്സ് എന്ന് അവിടെ പറഞ്ഞു നടക്കുന്ന ആരും സാന്ദ്രയ്ക്ക് നേരെ വരുന്നതായിട്ടും കാണുന്നില്ല. പുള്ളിക്കാരി എല്ലാവരെയും മനസ്സിലാക്കി ഒരു ഗെയിം കളിക്കുന്നത് പോലെയാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. ഇപ്പം ഇമോഷൻ വെച്ച് കളിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞില്ലേ, അത് പുള്ളിക്കാരിക്ക് വോട്ടായിട്ട് മറിയും. ഇന്നത്തെ ദിവസം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ സാന്ദ്രേനെ എല്ലാവരും ഒറ്റപ്പെടുത്തുന്ന പോലെയുള്ള ഒരു ഇമേജ് പുള്ളിക്കാരിക്ക് ക്രിയേറ്റ് ചെയ്യാൻ കഴിഞ്ഞു. ഈവൻ ഇന്നത്തെ വൈകുന്നേരത്തെ ഇഷ്യൂ ആണെങ്കിൽ തന്നെ കനിയും സാന്ദ്രയും തമ്മിലുള്ള കാര്യമാണ് പറയുന്നത്. ആ ഗ്ലാസ് കഴുകി വെച്ചില്ല എന്നുള്ളതിൻ്റെ പേരിൽ കനി അവിടെ കുറേ എക്സ്പ്രഷനൊക്കെ ഇടുന്നുണ്ട്, ചി എന്നൊക്കെ പറയുന്നുണ്ട്. അതവിടെ സാന്ദ്ര ഇമോഷനായിട്ട് എടുത്തു വെച്ചിട്ട് കനിക്ക് നേരെ പ്രയോഗിക്കുന്നതായിട്ടാണ് കാണാനിടയായത്. മേ ബി പീരീഡ്സിൻ്റെ എഫക്റ്റ് ആയിരിക്കാം. എന്നിരുന്നാലും ഈ പാസം വിതറുന്ന കനി ഇങ്ങനെയൊക്കെ ചെയ്തല്ലോ എന്ന് പലരിലേക്കും ഇഞ്ചക്റ്റ് ചെയ്യാൻ ഇതുവഴി സാന്ദ്രയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. സോ നിങ്ങൾ നോക്കി വെച്ചോ, സാന്ദ്ര കയറി വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു വില്ലത്തിയായിട്ടാണ് എനിക്ക് സാന്ദ്രനെ കാണാൻ കഴിയുന്നത്. ഒരു നായക പരിവേഷം എന്ന് ഇപ്പോൾ എല്ലാവരും ബിഗ് ബോസിൽ കാണുന്നത് വിക്കൽസ് വിക്രത്തെയാണ്. കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബിഗ് ബോസിൻ്റെ റൂള് നന്നായി കൊണ്ടുപോകുന്നു, കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ ക്രുക്കഡായിട്ട് അവിടെ ഗെയിം കളിക്കുന്ന കുറച്ച് പേരിൽ ഒരാൾ സാന്ദ്രയുണ്ട്, ഒരാൾ പാർവതിയുണ്ട് എന്ന് പറയാതിരിക്കാൻ വയ്യ. സോ ഇനിയുള്ള ദിവസങ്ങൾ എന്താവും എന്ന് കണ്ടറിയാം. ഞാൻ ഈ വരുന്ന ശനിയാഴ്ച എൻ്റെ ടോപ്പ് 5 പ്രഖ്യാപിക്കുന്നതും ആയിരിക്കും.